ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ആക്റ്റീവ് വന്നതാണ്. അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കാണുന്ന ഈ ഓസ് മേളിലോട്ട് നിൽക്കുക, അതുകൊണ്ട് സ്റ്റാർട്ടാകാത്ത. ആ ഓസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോയുടെ ഓസാണ്. ആ ഓവർഫ്ലോ എന്ന് പറയുന്നത് വണ്ടിക്ക് ഓവർഫ്ലോ ആയപ്പോഴത്തേക്കും ഈ ഓസ് മേളിലോട്ട് നിൽക്കുന്നതുകൊണ്ട് താഴേക്ക് പെട്രോൾ പോകാതെ എൻജിനകത്തോട്ടും പെട്രോൾ പോയി, എയർ ഫിൽറ്റർ ബോക്സിനകത്തോട്ടും പെട്രോൾ പോയി. അത് കാരണമാണ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായത്. അപ്പം നമ്മൾ ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഒന്ന് അഴിച്ച് കാണിച്ചത് ഈ ഉണ്ടോ, ഇതിനകത്ത് നിറച്ചും പെട്രോളാണ്. ഈ വണ്ടി നമ്മൾ ഓവർഫ്ലോ വരുമ്പോഴത്തേക്കും വെളിയിലേക്ക് പോകേണ്ട പെട്രോൾ ഫുള്ള് എയർ ഫിൽറ്റർ ബോക്സിനകത്ത് നിറച്ച് പെട്രോളായി. അതുകൊണ്ടാണ് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായത്. അപ്പം ഇത് കുറച്ച് എൻജിനകത്തോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ എൻജിൻ ഓയിലൂടെ മാറ്റിയിട്ട് വേണം ഓവർഫ്ലോയും മാറ്റി ഇത് സെറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടി. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഓവർഫ്ലോയുടെ ഒരു ഓസ് എപ്പോഴും അത് ഓപ്പൺ ആണോ, അത് അടഞ്ഞാണോ ഇരിക്കുന്നത്, അഥവാ അത് മുകളിലോട്ട് പൊങ്ങിയാണോ ഇരിക്കുന്നത്. അത് നോർമലി നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ താഴോട്ട് കിടക്കണം എപ്പോഴും. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം കൂടുതൽ ഓവർഫ്ലോ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലയിൻറ്റ് ഓവർഫ്ലോയുടെ കംപ്ലയിൻറ്റാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്ത് ഒരു മാക്സിമം നമ്മൾ ചെയ്ത് വിട്ടൊരു 80% വണ്ടിയും നമ്മൾ ആ കാർബറേറ്റർ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് വിട്ടിട്ട് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഒരു 20% വരുന്നത് ഈ കുറച്ച് നാൾ ഇരുന്ന വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന് കംപ്ലയിൻറ്റ് മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇത് കംപ്ലയിൻറ്റ് മാറത്തില്ല. ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ് കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ബാക്കിയുള്ളത് നമ്മൾ കാർബറേറ്റർ മാറുക ചെയ്യാറ്. അപ്പം ഈ മിസ്സിങ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി രാവിലെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുവാണെങ്കിൽ, ഇപ്പോൾ നോർമലി ഓടുന്ന വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുവാണെങ്കിൽ പെട്രോളിൻ്റെ മണം നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഓവർഫ്ലോയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഓയിലിനകത്തെല്ലാം പെട്രോളായിട്ടുണ്ട്, ഇതിനകത്ത് ഫുള്ള് പെട്രോളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിലും മാറ്റി ഈ എയർ ഫിൽറ്ററും മാറ്റി ഓവർഫ്ലോയുടെ നീഡിൽ പിന്നെ കാർബറേറ്റർ ഒഴിച്ച് ക്ലീൻ ചെയ്ത് വേണം ഇനി കയറ്റാൻ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, പെട്രോളിൻ്റെ മണം നമുക്ക് വരുന്നുണ്ടെങ്കിൽ, വണ്ടിയിൽ നിന്ന് നോർമലി നല്ലാതെ മണം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്കുന്നിടത്ത് പെട്രോൾ തുള്ളി വീഴുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ രാവിലെ നോർമലി സ്റ്റാർട്ടാകുന്ന വണ്ടി കുറേ നേരം അടിച്ചാൽ സ്റ്റാർട്ടാകുന്നെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം.